ബേക്ക് ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുൾഫി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നത് ഓവനിലൊന്നും അല്ല കേട്ടോ, നമ്മൾ ചായപാത്രത്തിലാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബേക്ക് ആൻഡ് ടെക്കിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കും കൂടി ചെയ്തേണേ. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പ് ഇല്ലാത്തവർക്ക് വേണ്ടിയും കൂടി ഞാൻ ഇത് കാണിക്കുകയാണ് കേട്ടോ. അതായത് ഇതുപോലത്തെ ഒരു സ്പൂൺ എടുക്കുക. അതിലേക്ക് 6 സ്പൂൺ അളവിൽ മൈദ മാവ് എടുക്കുക. അപ്പോൾ 6 സ്പൂൺ എന്ന് പറയുന്നത് അരക്കപ്പ് അളവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അരക്കപ്പ് അളവിൽ മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇതിപ്പം കറക്റ്റ് അളവാണ്, നമ്മൾക്ക് കാണുമ്പോൾ എല്ലാം നിറഞ്ഞിരിക്കില്ല, ഒന്ന് നമുക്ക് വടിച്ചെടുക്കുക. ആ ഒരു പരുവത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ ഇവിടെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ സ്പൂണിൻ്റെ അളവിൽ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മൈദമാവൊക്കെ അരിച്ച് വെച്ചിരുന്നത് കൊണ്ടാണ് അരിക്കാത്തത് കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ നല്ലതുപോലെ അരിച്ചെടുത്താൽ മതി. പിന്നെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് ഞാൻ പഞ്ചസാര പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ 5 സ്പൂൺ അളവിലാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്, പൊടിച്ച പഞ്ചസാര. നമ്മൾ മാവെടുത്ത അതേ സ്പൂണിൽ തന്നെയാണ് 5 സ്പൂൺ എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം നമുക്ക് മുട്ടയൊന്ന് പതുക്കെ സ്പീഡ് കുറച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കുറച്ച് ഇത് നല്ല സ്പീഡ് കൂട്ടി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സ്പീഡ് കുറച്ച ശേഷം നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കാം. അപ്പോൾ തന്നെയാണ് ഈ ഒരു പഞ്ചസാരയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വീതം പഞ്ചസാര ഇട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി മാവെടുത്ത അതേ സ്പൂണിൽ തന്നെ 3 സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം സ്പീഡ് കുറച്ച് ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മെഷർമെൻറ്റ് കപ്പൊന്നും ഇല്ലയെന്നും പറഞ്ഞ് ഇനി ആരും കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട. എല്ലാവരും കേക്ക് ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നിങ്ങളിത് മിക്സിയിലാണ് തയ്യാറാക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ മുട്ടയും അതുപോലെ തന്നെ പഞ്ചസാരയും വാനില എസൻസ് കൂടി നല്ലതുപോലെ അടിച്ച ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് കുറച്ച് ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് പതുക്കെ ഒന്ന് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മുട്ട പതഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് അങ്ങ് താന്നു പോവുകയും ചെയ്യും. കേക്ക് അധികം പൊങ്ങി വരില്ല, കല്ല് പോലെ ഇരിക്കും കേട്ടോ. നമ്മൾ കുറച്ച് വീതം ഒന്ന് ഇതുപോലെ കലക്കിയെടുക്കുമ്പോൾ കട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ 1 സ്പൂൺ അളവിൽ നല്ല ചൂട് വെള്ളമോ അല്ലെങ്കിൽ ചൂട് പാലോ ചേർത്തൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ടിൻ എടുത്തിരിക്കുന്നത് 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. 1/2 കിലോ കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുക്കുന്നത്. ഇനി ഇത് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കണം. അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇന്ന് ചായപാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഏത് പാത്രത്തിലും ബേക്ക് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഓവണൊന്നും ഇല്ലെങ്കിൽ ഒരു ചായപാത്രം ഉണ്ടെങ്കിലും കേക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ ഇനി 25 മിനിറ്റ് ഒന്ന് തീ കുറച്ച് വെച്ച് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയുള്ളൊരു ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. 1 കിലോ കേക്കാണ് ചെയ്യണമെങ്കിൽ 1 കപ്പ് അളവിൽ പാൽ കൂടി ചേർക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ഏലക്ക, മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര. ഞാൻ ഇവിടെ 2 സ്പൂൺ അളവിലാണ് പഞ്ചസാരയും ചേർത്തൊന്ന് കുറുക്കിയെടുക്കുകയാണ്. ഇത് തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമ്മളിതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ബദാമും പിന്നെ കുറച്ച് പിസ്തയും കൂടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. ഒരു 1/4 കപ്പ് എടുത്തിട്ടില്ല, അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കിലോ കേക്കാണ് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾ 1/4 കപ്പും കുറച്ചും കൂടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചൊന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മൈദ മാവ്, 1 സ്പൂൺ അളവിൽ പാലെടുത്തതിന് ശേഷം ഒന്ന് കലക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാലില്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ നേരിട്ട് മാവ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കട്ട പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെറും 1/4 ടീസ്പൂൺ അളവിൽ മതി, കൂടുതലൊന്നും വേണ്ട. ഇതിനി കുറുകി വരും.
അപ്പോൾ ഈ ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമ്മളത് തീ ഓഫ് ചെയ്ത് കൊടുക്കണം. കാരണം പിന്നെ അത് തണുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ കുറുകി കിട്ടും കേട്ടോ. അധികം നല്ല കട്ടിയായിട്ട് കുറുകി വരണ്ട. ഈ സമയമാകുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ആ 2 ഏലക്ക ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ. കാരണം അതിൻ്റെ ഏലക്കയുടെ ഫ്ലേവർ എല്ലാം ആ പാലിൽ ഇറങ്ങിക്കാണും. പിന്നെ നമ്മൾ അതിലിടേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനൊക്കെ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ കണ്ട് കേക്ക് ഉണ്ടാക്കിക്കോളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ കുൾഫി കേക്കിന് ചെറിയൊരു മഞ്ഞ കളറല്ലേ, അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇതാ ഫുഡ് കളർ, ഒരു നുള്ളു ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് കലക്കി കുറുക്കി എടുക്കുകയാണ് കേട്ടോ. ഇതിനെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയമായപ്പോൾ കേക്ക് ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചെറിയൊരു ശ്രദ്ധക്കുറവുണ്ടായിരുന്നു. കാരണം കേക്ക് വെന്തിട്ട് കുറച്ച് നേരം ആയിട്ടോ. ഞാൻ അവിടുത്തെ തിരക്കിൽ ഇവിടെ വന്ന് കേക്ക് നോക്കാൻ മറന്നുപോയി. എന്നാലും സൈഡ് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നിങ്ങൾ കറക്റ്റ് സമയത്ത് എടുക്കണേ. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള ക്രീം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 1/2 കപ്പും ഒരു 2 സ്പൂണും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ക്രീം. അതിന് ശേഷം ആദ്യം സ്പീഡ് കുറച്ച് പിന്നെ സ്പീഡ് കൂട്ടി നമുക്കൊന്ന് പതപ്പിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഇതിൽ മധുരം ചേർക്കുന്നില്ല. കാരണം മൊത്തത്തിൽ മധുരമുള്ള കേക്ക് ആയതുകൊണ്ട് ഞാൻ ക്രീമിൽ മധുരം ചേർക്കുന്നില്ല കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ക്രീമൊക്കെ നല്ലതുപോലെ പതഞ്ഞ് കിട്ടും കേട്ടോ. അതാ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് കേക്കൊന്ന് ആ ഒരു ടിന്നിൽ നിന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേക്കൊക്കെ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് നിൽക്കണം കേട്ടോ. ഈ 1/2 കിലോ കേക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 20 മിനിറ്റൊക്കെ മതി കേട്ടോ ഈ ഒരു കേക്കൊക്കെ വെന്ത് കിട്ടാൻ. അധികം സമയമൊന്നുമില്ല. അതായത് ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശ്രദ്ധക്കുറവ് മൂലം വന്നതാണ് കേട്ടോ. അങ്ങനെ കരിയുന്നതല്ല. നമുക്ക് ഈ ഒരു കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചിലവർക്ക് ഈ കേക്ക് നല്ല ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാൻ അറിയില്ല എന്ന് പറയുന്നത്, നമുക്കൊരു കാര്യം പറഞ്ഞുതരാം. ഇതുപോലത്തെ ഒരു നൂലെടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ കത്തി ഉപയോഗിച്ച് 4 സൈഡൊന്ന് കേക്കിൻ്റെ 4 സൈഡൊന്ന് വരഞ്ഞു കൊടുക്കണം. നമ്മൾ കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിന് കട്ട് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു നൂല് ഈ കട്ട് ചെയ്ത ഭാഗത്ത് വെച്ച് 2 സൈഡൊന്ന് വലിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് 4 സൈഡൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് നൂല് വെച്ചിട്ട് ആ ഒരു നൂല് ഇപ്പുറത്തും ഈ ഒരു നൂല് അപ്പുറത്തും വെച്ച് ഒന്ന് വലിച്ചു കൊടുത്താൽ മാത്രം മതി. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇതുപോലെ കേക്കെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കേക്ക് ബോർഡിലേക്ക് ഒരു ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ പാലിൽ ഒരു ഏലക്കയും കുറച്ച് പഞ്ചസാര ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ ചൂടാറിയ ഒരു ഇതാണ് കേട്ടോ. ഷുഗർ സിറപ്പാണ്. നമ്മൾ പഞ്ചസാര ഇട്ട് കലക്കുന്നേക്കാളും പാലിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതെല്ലാം എടുത്ത് ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ക്രീം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ചിലർക്ക് ക്രീം അധികം വേണ്ടാന്ന് പറയും, ചിലർക്ക് നല്ല ക്രീം വേണമെന്ന് പറയും. അതനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കേക്ക് ഇതുപോലെ കേക്കിൽ നിറയെ ക്രീമൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്രീം തേക്കുമ്പോൾ ആ സൈഡിലൊന്ന് ഇത്തിരി നല്ലൊരു ഇതായിട്ട് നിൽക്കണം. നമുക്ക് ആ ഒരു അതായത് നമ്മൾ ആ ഒരു കുൾഫിയുടെ ക്രീം ഒഴിക്കുമ്പോൾ പുറത്ത് പോവാത്ത രീതിയിൽ വേണം നമുക്ക് ആ ഒരു സൈഡൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ക്രീമൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്ക് കഴിക്കാൻ. നമ്മളിതിൽ മിൽക്ക് മെയ്ഡ് ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ കഴിക്കാൻ ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ തന്നെ 3 ലെയർ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് ക്രീമൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 15-20 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം വേണം നമ്മൾ ഫൈനൽ ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ എല്ലാ ഭാഗവും ഒന്ന് ക്രീം കൊണ്ട് നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ന് വെച്ചാൽ കേക്കെല്ലാം എല്ലായിടത്തും തേച്ച് കൊടുത്തതിന് ശേഷം വച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. ഇനി ബാക്കിയിരിക്കുന്ന ക്രീമിലേക്ക് ഒരു നുള്ള് മഞ്ഞ കളറും കൂടി ചേർത്ത് കൊടുക്കണം. കാരണം ആ ഒരു ക്രീം കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ കുൾഫി കേക്ക് എന്ന് പറയുമ്പോൾ ചെറിയൊരു മഞ്ഞ കളറാണ്. അധികം മഞ്ഞ ആവാൻ പാടില്ല. അതായത് ഒരു ലൈറ്റ് മഞ്ഞ കളറിലായിരിക്കണം നമ്മൾ ആ ഒരു ക്രീം ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കളറിൽ തയ്യാറാക്കിയത് ഒരു തുള്ളി മഞ്ഞ കളർ മാത്രം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ തണുത്തിരിക്കുന്ന ആ ഒരു കേക്കിലേക്ക് ഐസിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പതുക്കെ ഇതുപോലെ ഒന്ന് ക്രീം 4 സൈഡും വെച്ച് കൊടുക്കുകയാണ്. നിങ്ങളെ എളുപ്പത്തിനാണ് ഞാൻ ഈ ഒരു കേക്ക് കാണിക്കുന്നത്. കാരണം നമുക്ക് അധികം നമുക്ക് നല്ല ഫിനിഷായിട്ട് കിട്ടാതെ ഇരിക്കുന്ന കേക്കുകളൊക്കെ ഈ രീതിയിലാണ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫിനിഷായിട്ട് നമുക്ക് കേക്ക് എടുക്കാൻ പറ്റും കേട്ടോ. എളുപ്പത്തിൽ തന്നെ നമുക്ക് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കേക്കിൽ എല്ലാ സൈഡും ക്രീമൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതേപോലത്തെ ഒരു കാർഡ്, അപ്പോൾ നമ്മൾ ഇത് ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ കാർഡ് കിട്ടുമല്ലോ,
അപ്പോൾ അതൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നല്ലതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കേക്ക് ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാവരും ഈ വീഡിയോ കണ്ട് കേക്ക് ചെയ്യണം കേട്ടോ. ഇത്തിരി ഇതാണെങ്കിലും ഇത്തിരി താമസം ഉണ്ടെങ്കിൽ ഈ കേക്ക് ചെയ്യാൻ താമസമായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് 1 കിലോയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, വെളിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 1000 രൂപയൊക്കെ നമുക്ക് ഈ കേക്കിന് വാങ്ങിക്കാം കേട്ടോ. അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഡെക്കറേഷനാണ്. ഇതുപോലെ നൈഫ് വെച്ച് വെള്ളത്തിലൊന്ന് ചെറുതായിട്ട് നനച്ചതിന് ശേഷം നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ആർക്കും ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ ഡെക്കറേഷനാണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിലൊക്കെ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല ഡിസൈനാണ്. ഇനി നമ്മളിതിലേക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്ലവർ നോസിൽ വെച്ച് ഇതുപോലെ 2-3 ഫ്ലവർ പോലെ നമ്മൾ ക്രീമിൽ ചെയ്ത് കൊടുക്കാം. വേറെ ഡെക്കറേഷൻ ഒന്നും ചെയ്യേണ്ട. കുറച്ച് ഗോൾഡിൻ്റെ ഷുഗർ ബോൾസും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് ബദാമും പിസ്തയും കൂടി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കേക്കാണ്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ.